നമസ്കാരം, ഞാൻ സ്മിത വർമ്മ, താന്ത്രക ഫാഷൻ സ്റ്റുഡിയോയുടെ ഡയറക്ടറാണ്. ഞാനിപ്പോ നേരത്തെ ഓൺലൈനിൽ ചെയ്തുകൊണ്ടിരുന്നിരുന്നു. ഇതിനു മുന്നേ നമ്മൾ കടുകുമണി കൂടിയിട്ട് നമ്മൾ നേരിട്ട് കണ്ടിട്ടുമുണ്ട്. ഇപ്പൊ ഞാൻ ഫിസിക്കൽ സ്റ്റോർ തൃപ്പൂണിത്തുറ വടക്കേക്കോട്ടയുടെ അടുത്തായിട്ട് തുടങ്ങിയിട്ടുണ്ട്. താന്ത്രക എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പ്. ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത് ഹാൻഡ്ലൂം ആൻഡ് ഹാൻഡിക്രാഫ്റ്റ് ആണ്. താന്ത്രകയിൽ കൂടിയിട്ട് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കുറച്ച് ഓണം സ്പെഷ്യൽ കളക്ഷൻസ് ബാലരാമപുരത്തു നിന്നുള്ള, തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരത്തു നിന്നുള്ള സെറ്റ് മുണ്ടുകള്, സാരീസ്, ഇതൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതെല്ലാം ഓണം സ്പെഷ്യൽ കളക്ഷൻസ് ആണ്. ആദ്യമായിട്ട് കേരള സാരി, എംബ്രോയിഡറി ചെയ്തിട്ടുള്ള കേരള സാരി. ഇത് കണ്ടോ, ഇങ്ങനെ വരുന്ന ഇത് നമ്മളുടെ പല്ലു മുന്താണിയിൽ വരുന്ന ഭാഗമാണ്. നല്ല പീകോക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സാരിയാണ്. ഇതിന്റെ ബോർഡർ വരും, ഉള്ളിലും നമ്മുടെ ബോഡി വരുമ്പോൾ ഇങ്ങനെ വരും. കണ്ടോ, ഇത് ബോഡി ഇങ്ങനെ വരും, ഇത് മുന്താണി വരും. ഇതിന്റെ എല്ലാം റണ്ണിങ് ബ്ലൗസ് ആണ്. ഇനി ഇതേപോലത്തെ തന്നെ വേറൊരു സാരി നമുക്ക് നോക്കാം. കുറച്ചും കൂടി ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറി ഉള്ള വേറൊരു സാരി. ഇതും ഒരു പീകോക്ക് ഡിസൈൻ ആണ്. ഇതിൽ പക്ഷെ പീകോക്ക് കുറച്ചും കൂടി നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഇതും ഈ മുന്താണിയിൽ വരുന്ന ഭാഗം തന്നെയാണ്. ഇങ്ങനെ വരും, കണ്ടോ, ഇങ്ങനെയാണ് മുന്താണി വരുന്നത്. ഇതിങ്ങനെ താഴത്തേക്ക് തൂങ്ങണത് പോലെ. അത് കഴിഞ്ഞാല് ബോഡി വരുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് ബോഡി വരുന്നത്. ഇങ്ങനെ ബോഡി വരും, ഇങ്ങനെ ബോഡി വരും. ഇതും ഒരു എംബ്രോയിഡറി ചെയ്തിട്ടുള്ള സാരിയാണ്. ഇനി അടുത്തത്, ഇപ്പൊ നമ്മൾ കസവ് മാത്രമുള്ളതാണ് കണ്ടത്. അടുത്തത് കരയും കസവും കൂടെ ഇതേപോലെ തന്നെ എംബ്രോയിഡറി ഉള്ളത്. കണ്ടോ, ഇതും പീകോക്കാണ്. ഇപ്രാവശ്യത്തെ ഫുൾ പീകോക്ക് ട്രെൻഡ് ആണ് വന്നിട്ടുള്ളത്. ഇതിന്റെ വരുമ്പോ ഇങ്ങനെ വരും, കണ്ടോ, ഇങ്ങനെ. ഇതാണ് മുന്താണി വരുന്നത്. അതിന്റെ ബോഡി വരുമ്പോ ഇങ്ങനെ വരും, ഇങ്ങനെ. ഇത് വേറൊരെണ്ണം. ഇനി ഇതുപോലത്തെ അല്ലാണ്ട് ഇതിന്റെ തന്നെ ഒരുപാട് കളക്ഷൻസ് വേറെ ഉണ്ട്. ഇനി വേറെ ഒരു ടൈപ്പ് ടിഷ്യൂലുള്ളത് നമുക്ക് നോക്കാം. ഇത് വരുമ്പോ ടിഷ്യൂല് വരുന്ന സാരിയാണ്. ടിഷ്യൂ, ഇതും ടിഷ്യൂ ആണ്. ഇതും ബ്ലൂ കളറിലെ കസവും ടിഷ്യൂവും കൂടിയിട്ടുള്ള മിക്സ് ആണ്. ബ്ലൂ ടിഷ്യൂം ഇതും കൂടിയിട്ടുള്ളത്. അതിലും എംബ്രോയിഡറി തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അത് ഇതും മുന്താണിയാണിത്. ഇങ്ങനെ വരും മുന്താണി. അതിൻ്റെ നല്ല കുറച്ച് ഹെവി ആയിട്ടുള്ള മുന്താണിയാണ് ഇതിന് വരുന്നത്. കണ്ടോ, ഇത്രയും വലിയ മുന്താണിയാണ് അതിന് വരുന്നത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോഡിയിൽ വരുമ്പോൾ അതിൻ്റെ ചെറിയ ബുട്ടാസ് കൊടുത്തിട്ടുള്ള വേറെ ബോഡിയിൽ ഇങ്ങനെ വരും. ഇതെല്ലാം റണ്ണിങ് ബ്ലൗസ് ആണ്. ഇനി ഇതേമാതിരി തന്നെ ടിഷ്യൂല് ഒണിയൻ പിങ്ക്, ഇപ്പോഴത്തെ ട്രെൻഡ് അങ്ങനെയാണ്. ഒണിയൻ പിങ്ക് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ പിങ്ക് ഗോൾഡ്, അങ്ങനെയൊക്കെ പറയുന്ന ഒരു കളക്ഷനാണ് ഇതും പീകോക്ക് തന്നെയാണ്. പക്ഷെ ടിഷ്യൂ, പിങ്ക് ടിഷ്യൂല് ഉള്ള ഒരു പീസാണ് ഇത്. ഇതിന്റെ മുന്താണി ഇങ്ങനെ വരും, ബോഡി ഇങ്ങനെ വരും. ഇതും റണ്ണിങ് ബ്ലൗസ് ആണ്. വേണമെന്നുണ്ടെങ്കിൽ ഇതിന് ഈ ബ്ലൂ കളറിലുള്ള ഒരു ബ്ലൗസും കൂടി എടുത്താൽ കുറച്ചും കൂടി സ്റ്റൈലിഷ് ലുക്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പൊ സ്റ്റൈൽ ക്രിയേഷൻ എന്നാണല്ലോ പറയണത്. ഇനി വേറെ ഒരു ടൈപ്പ് ഓഫ് എംബ്രോയിഡറി ഞാൻ കാണിച്ചു തരാം. അത് വന്നിട്ട് ഇത് കോട്ടൺ തന്നെയാണ്. ഈ ഒണിയൻ പിങ്കില് നമ്മളൊരു പ്രത്യേക ടൈപ്പ് നീഡിലുണ്ട്, പഞ്ചിങ് നീഡിൽ എന്ന് പറയും. ആ പഞ്ചിങ് നീഡിലിൽ ചെയ്തെടുത്തിട്ടുള്ള എംബ്രോയിഡറി ആണ് ഇത്. പഞ്ചിങ് നീഡിൽ വെച്ചിട്ട് അപ്പൊ ഇങ്ങനെ നൂലിങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്ന പോലത്തെ ഒരു നീഡിലാണ് അത് പഞ്ചിങ് നീഡിൽ എന്ന് പറയുന്നത്. അതില് എംബ്രോയിഡറി ചെയ്തിട്ടുള്ളതാണ് ഇത്. ഇതും പല്ലൂലാണ് ഇങ്ങനെ വരുന്നത്.
ഇതെല്ലാം മുന്താണിയിലാണ്, ഈ വർക്ക് മുഴുവൻ വരുന്നത് മുന്താണിയിലാണ്, കണ്ടോ. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ തന്നെ ചെറിയ വേർഷൻ ബോഡിയിലും വരും. ഇതും ഈ പറഞ്ഞ മാതിരി റണ്ണിങ് ബ്ലൗസ് ആണ്. പക്ഷെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു റോസ് സിൽക്കിന്റെയോ ഏതിന്റെയെങ്കിലും ഒരു ബ്ലൗസ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്റ്റൈലിഷ് ലുക്ക് ആയിരിക്കും. ഒരു സിഗ്നേച്ചർ സ്റ്റൈല് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ ഒരു കോൺട്രാസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ. ഇനി ഇതൊന്നും അല്ലാതെ വേറൊരു സാധനം ഉണ്ട്, കളർ ടിഷ്യൂ. ഇതിപ്പോ ആദ്യമായിട്ടാണ് ഞാൻ താന്ത്രകയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് പുതിയൊരു ട്രെൻഡാണ്, പുതിയൊരു എന്താ പറയാ, ഇതുവരെ കാണാത്ത ഒരു സാധനമാണ്. നമ്മളുടെ സാധാരണ ഗോൾഡൻ കസവും കളറുള്ള ടിഷ്യൂ കണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു പട്ട് സാരിയുടെ ഒക്കെ ഒരു ലുക്ക് വരുന്ന പോലത്തെ ഒരു സാരിയാണ് ഇത്. സിമ്പിൾ മുന്താണിയാണ്, ഈ ഒരൊറ്റ ഇത് മാത്രമേ മുന്താണിയിൽ വരുന്നുള്ളൂ. ബോഡി വന്നിട്ട് നല്ല കളറായിട്ടുള്ള ടിഷ്യൂല് കൊടുത്തിട്ടുള്ള ഒരു ഇതാണ്. ഇതിന്റെയും വേറെ കളേഴ്സ് ഒക്കെ ഉണ്ട്. ഇതിലും റണ്ണിങ് ബ്ലൗസ് ആണ്, പക്ഷെ റണ്ണിങ് ബ്ലൗസ് ഇട്ട് അത്രയും എടുപ്പ് കിട്ടില്ല. കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു സ്റ്റൈലിഷ് ലുക്ക് വരും. അതിന്റെ കൂടെ കുറച്ച് അത്ര ഹെവി അല്ലാത്ത വളരെ മിനിമൽ ആയിട്ടുള്ള ഗോൾഡൻ ജ്വല്ലറികൾ പെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ എന്താ പറയാ, ഈ ആൾക്കാർ ശ്രദ്ധിക്കുന്ന ഒരു സ്റ്റൈല് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ക്രൗഡിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഇതും അതേപോലെ തന്നെ അതിന്റെ തന്നെ വേറൊരു കളറാണ്. ഇനി ഇത് കൂടാണ്ട് വേറൊരു ടൈപ്പ് കാണിച്ചു തരാം. ഇതേമാതിരി തന്നെ കളർ ടിഷ്യൂ, അത് ബോഡിയുടെ കളറിൽ ലൈറ്റ് കളർ ടിഷ്യൂ കൊടുത്തിട്ട് ബോർഡർ വരുമ്പോഴത്തേക്കും അതിൻ്റെ തന്നെ കുറച്ച് നല്ല ബ്ലൂ ഡാർക്ക് കളറിലുള്ള കസവ് കൊടുത്തിട്ട്, ഇതും പുതിയ ട്രെൻഡാണ്. ഇതാണ് മുന്താണി വരുന്നത്, ബോഡിയിലെ ഈ പ്ലെയിൻ കളർ. ഇതും റണ്ണിങ് ബ്ലൗസ് തന്നെയാണ്. എന്നിട്ട് ഇതിന് കുറച്ചൊരു എന്താ പറയാ, ജ്വല്ലറി എന്ന് പറയുമ്പോൾ സിൽവർ കളറിലെയും പോവും, ഗോൾഡ് കളറിലെ ജ്വല്ലറിയും രണ്ടും ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റും. ഇതും പുതിയ ട്രെൻഡാണ്. ഇത് ഇങ്ങനത്തെ ബോഡി ഇങ്ങനെ പ്ലെയിൻ വരും. ഇതിന്റെ തന്നെ ബ്ലൂ കളർ ഉണ്ട്, വേറെ പല കളേഴ്സ് ഉണ്ട്. ഇനി നമ്മൾ വേറൊരു കേരള സാരി പരിചയപ്പെടാം. അത് വന്നിട്ട് കോട്ടണിൽ തന്നെ നല്ല ഹെവി എംബ്രോയിഡറി ചെയ്തിട്ടുള്ള ഒരു സാരിയാണ്. ഇതിന്റെ കസവ് വന്നിട്ട് രണ്ട് എന്താ പറയാ കസവും കൂടി, അതായത് വെള്ളി കളറിലെ കസവും ഗോൾഡൻ കളറിലെ കസവും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ബോർഡറാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് കോട്ടൺ, സാധാരണ നമ്മുടെ സെറ്റ് മുണ്ടിന്റെ ഒക്കെ അതേ മെറ്റീരിയൽ തന്നെയാണ്. അതില് കോട്ടൺ നൂലുകൊണ്ട് എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. മറ്റേ നേരത്തെ നമ്മൾ കണ്ട കുറച്ചൊരു സിൽക്ക് നൂലാണ്. ഇതിങ്ങനെ ചെയ്തിട്ട് ടസൽസ് കൊടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് മുന്താണിയിലാണ് ഈ ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ബോഡിയിൽ താഴ്ത്തും ഇങ്ങനെ വരും, ബോഡി ഇങ്ങനെ വരും, മുന്താണി ഇങ്ങനെ വരും. ബോഡിയിലും താഴെ നല്ല വീതിയിലാണ് എംബ്രോയിഡറി കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം അല്ലാത്ത ഭാഗത്ത് മുകളിലേക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ഫ്ലവേഴ്സും കൊടുത്തിട്ട് കോട്ടൺ മെറ്റീരിയൽ നൂല് കൊണ്ട് എംബ്രോയിഡറി ചെയ്തിട്ടുള്ള ഒരു പീസാണ് ഇത്. ഇതെല്ലാം എക്സ്ക്ലൂസീവ് കളക്ഷൻ ആണ്. എക്സ്ക്ലൂസീവ് കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ എടുത്ത് വെളിയിൽ പോയെങ്കിൽ നിങ്ങളുടെ ഒരാളുടെ കയ്യിൽ ഇത് ഒരെണ്ണം മാത്രമേ ഉണ്ടാവുള്ളൂ, വേറൊരാൾ ഇത് എടുത്തിട്ട് നിങ്ങൾ കാണില്ല. അങ്ങനത്തെ കളക്ഷൻസ് ആണ് താന്ത്രക ഓണത്തിന് സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനിയുള്ള കളക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബ്ലൂ കളറിലെ, ഇത്രയും നേരം നമ്മൾ ഗോൾഡും അങ്ങനത്തെ ഒക്കെ കസവുകളല്ലേ കണ്ടേ, ഇനി ബ്ലൂ കളറിലെ കസവ്, അതില് ഇതേപോലെ എംബ്രോയിഡറി ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുള്ള വേറൊരു പീസാണ്. ഇത് എംബ്രോയിഡറി എന്ന് പറയാനും പറ്റില്ല, എന്നാൽ ഒരു ടൈപ്പ് പെയിന്റ് ഉണ്ട്, അതിനൊരു പേര് എന്താ പറയാ, അങ്ങനെ 3D പോലെ നിൽക്കും, ഇങ്ങനെ എൻഗ്രേവ് ചെയ്ത പോലത്തെ ഒരു പെയിന്റിങ് ആണത്. അത് ചെയ്തിട്ടുള്ള ഒരു സാരിയാണ് ഇത് ബ്ലൂ കളറ്. ഇത് മുന്താണി വരും. അതിൻ്റെ തന്നെ ചെറിയ ചെറിയ വേർഷൻസ് ആണ് ബോഡിയിൽ വരുന്നത്. കണ്ടോ, ഇതും റണ്ണിങ് ബ്ലൗസ് ആണ്. പക്ഷേ ഇതിൻ്റെ കൂടെ ഈ കളറിലെ, ഈ ബ്ലൂ കളറിലെ ഇക്കട്ടുണ്ട്. ഈ കോട്ടൺ ആയാലും കൊള്ളാം, നല്ല സിൽക്ക് ആയാലും, അല്ലെങ്കിൽ അങ്ങനത്തെ സീക്കോ പട്ടെന്ന് പറയണത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി ലുക്കായിരിക്കും. വേറെ ഒരു എന്താ പറയാ, ഒന്നും വേണ്ട, ഇതിൻ്റെ കൂടെ ഒരു ഓർണമെന്റ്സ് പെയർ ചെയ്യേണ്ട, ഒന്നും വേണ്ട, വേറെ നല്ല ഭംഗിയായിട്ട് നമുക്കൊരു സ്റ്റാൻഡ് അലോൺ ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് ഇത്. പിന്നെ ഇനി നമ്മൾ വെള്ളി കസവ്, അത് നമ്മൾ ഇതുവരെ ഒന്നും കണ്ടില്ല. വെള്ളി കസവിലും ഇതേപോലെ എംബ്രോയിഡറി ചെയ്തിട്ടുള്ള ഒരു സാരിയാണ് ഇത്.
ദേ ഇതേപോലെ ഇതും അഗെയിൻ പീകോക്ക് തന്നെയാണ്. മുന്താണിയിൽ ഇങ്ങനെ വരും. ബോഡിയിൽ ഇത്രയും മാത്രമേ ഉള്ളൂ. ദേ ബോഡി വളരെ സിമ്പിളായിട്ട് കൊടുത്തിട്ട് മുന്താണി ഇത്രയും നല്ല ഹെവി ആയിട്ട് കൊടുത്തിട്ടുള്ള വെള്ളി കസവിലെ ഒരു സാരിയാണ് ഇത്. ഇതും റണ്ണിങ് ബ്ലൗസ് ആണ്. ഈ കേരള സാരികളെല്ലാം തന്നെ റണ്ണിങ് ബ്ലൗസ് ആണ്. പക്ഷേ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺട്രാസ്റ്റ് കളറുള്ള ഈ പറഞ്ഞപ്പോൾ ഇതിനെടുത്തത് വെള്ളിയുടെ കൂടെ എപ്പോഴും നന്നായിട്ട് പെയർ ചെയ്യാൻ പറ്റാവുന്ന ഒരു കളറാണ് ബ്ലാക്ക്. അതും ഇതിൽ ബ്ലാക്കിന്റെ എംബ്രോയിഡറിയും കൂടെ ഉള്ളത് കൊണ്ട് ബ്ലാക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല സ്റ്റൈലായിരിക്കും. അതേപോലെ തന്നെ ഇതാ ഇതും വേറെ ഒരു ഇതേപോലെ തന്നെ വെള്ളിയിൽ ചെയ്തിട്ടുള്ള വേറൊരു കളക്ഷനാണ്. ഇത്രയാണ് നമ്മളിപ്പോൾ കോട്ടൺ കേരള സാരിയിൽ നമ്മൾ കണ്ടത്. ഇനി നമുക്ക് സെറ്റ് മുണ്ടുകളെ കളക്ഷൻ നോക്കാം. അതും ഇപ്രാവശ്യത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഗോൾഡും സിൽവർ കരയല്ല, അതൊക്കെ മാറി ഇപ്പോൾ കോപ്പറും ഒണിയൻ പിങ്കും ആണ് നമ്മളുടെ കളക്ഷൻസ് ട്രെൻഡിങ് എന്ന് പറയാവുന്നത്. ഇതാ ഇതിപ്പോ കോപ്പറിന്റെ സാധാരണ സെറ്റ് മുണ്ട്. ചില ആൾക്കാർ വന്നിട്ട് പറയും ഞങ്ങൾക്ക് ഒരുപാട് എന്താ പറയാ ഭയങ്കര ബഹളമുള്ള ഒന്നും വേണ്ട, സാധാരണ മതി എന്ന് പറയും. അങ്ങനെയുള്ള ആൾക്കാർക്ക് പറ്റുന്നതാണ് ഈ സെറ്റുമുണ്ട്. ഇത് ട്രെൻഡിങ് ആണ്, എന്നാൽ വലിയ ബഹളങ്ങളൊന്നും ഇല്ലാത്ത ഇതൊരു സെറ്റുമുണ്ടാണ്. ഇത് നേരിയതും ഇത് മുണ്ടും. ഇത് നേരിയത്. ഇതിൻ്റെ തന്നെ കുറച്ചും കൂടി വേറൊരു ഡിസൈൻ കാണിച്ചു തരാം. പിന്നെ കുറച്ച് യങ്സ്റ്റേഴ്സ് പറയും ഞങ്ങൾക്ക് ചെക്ക് വേണം, അതും ഒരു ട്രെൻഡാണ്. ചെക്ക് അല്ലെങ്കിൽ സ്ട്രൈപ്സ് ഇതൊക്കെ ട്രെൻഡിങ് ആണ്. അതിൽ തന്നെ ഈ കോപ്പറിന്റെ തന്നെ ഇതാ ചെക്സ് വരുന്ന ഇതേപോലെ ചെക്സ് കണ്ട. ഇത് ബോഡിയിൽ ഇങ്ങനെ ചെക്സ് വരും. അതേപോലെ തന്നെ മുണ്ടിലും അത് രണ്ടാം മുണ്ടാണ്. ഇതും ദേ മുണ്ട് ഇങ്ങനെ വരും. ദേ ഇങ്ങനെ മുണ്ട് വരും. ഇതും ഒരു ട്രെൻഡാണ്. ഇതേപോലെ തന്നെ ഇത് കുറച്ച് വലിയ ചെക്സ് ആണ്. ഇനി നമുക്ക് കുറച്ച് ചെറിയ ചെക്സ് നോക്കാം. പക്ഷെ ഈ കോപ്പറിൽ തന്നെ കുറച്ച് കളർ ഡിഫറൻസ് ഉള്ളതും ഉണ്ട്. കണ്ടോ, ഇത് കുറച്ച് ഡാർക്ക് കോപ്പറാണ്, ഇത് അത്രയും ഡാർക്ക് അല്ല. പ്ലസ് ഇതിന്റെ ചെക്സ് ഡിഫറെന്റ് ആണ്. കുറച്ചും കൂടി സോബർ ആയിട്ടുള്ള ചെക്സ് ആണ്. വലിയ ബഹളമുള്ള ചെക്സ് അല്ല. കുറച്ച് എന്താ പറയാ ഒരു മിഡിൽ ഏജ് ആൾക്കാർക്കും ചെക്സ് നല്ല രീതിയിൽ ഉപയോഗിക്കാവുന്ന ഒരു ഇത് പീസാണ് ഇത്. ഇതിന്റെ മുണ്ട് ഇങ്ങനെ വരും. രണ്ടാം മുണ്ട് ഇങ്ങനെ വരും. ഇത് രണ്ടാം മുണ്ട്. ഇത് വരുമ്പോ മുണ്ട്. ഇതും കോപ്പറിന്റെ തന്നെ കളക്ഷനാണ്. ഇനി നമുക്ക് ഇത് സ്ട്രൈപ്സ് മാത്രമുള്ളത്. ഇത് സ്ട്രൈപ്സ് ആണ്. ഇപ്പൊ നമ്മൾ ചെക്സ് ആണ് രണ്ടെണ്ണം കണ്ടേ. ഇത് വന്നിട്ട് സ്ട്രൈപ്സ് മാത്രം. അതേ കുറച്ച് ഡാർക്ക് കളറിലെ കോപ്പർ തന്നെ വന്നിട്ട് അതിൽ സ്ട്രൈപ്സ് കൊടുത്തിട്ടുള്ള ഒരു കളക്ഷനാണ്. ഇനി ഗോൾഡൻ കളറിലെ കസവ്. അതെല്ലാവർക്കും എല്ലാ കാലവും ഗോൾഡും സിൽവറും എപ്പോഴും ക്ലാസിക് സ്റ്റൈലാണ്. നമുക്കപ്പോൾ കുറച്ച് ഗോൾഡിലും കൂടി കുറച്ച് വെറൈറ്റി ഒന്ന് നോക്കാം. ഗോൾഡിൽ വന്നിട്ട് ഇതാ ഇത് നമ്മൾ നേരത്തെ കേരള സാരി കണ്ടതിൻ്റെ വലിയ ബഹളങ്ങളും എംബ്രോയിഡറിയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഗോൾഡൻ ചെക്സിൽ വരുന്ന സാരിയാണ് ഇത്. ഇത് സാധാരണ വലിയ ബഹളമില്ല, ഒന്നുമില്ല, അങ്ങനത്തത്. അത് തന്നെ പല കളേഴ്സ് വരുന്നുണ്ട്. ഒണിയൻ പിങ്ക് വരുന്നുണ്ട്, സിൽവർ വരുന്നുണ്ട്, ഇങ്ങനെ പലതും ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് സെറ്റ് മുണ്ടുകളിൽ നോക്കിയാൽ ഇതൊരു പുതിയ ട്രെൻഡാണ്. സാധാരണ ഇത് നോർമൽ സെറ്റ് മുണ്ടുകളാണ് കാണാറ്. അതായത് ഈ പിങ്ക് കരയുണ്ടാവും, അതിൽ കസവും ഉണ്ടാവും. അതിൻ്റെ കൂടെ സ്ക്രീൻ പ്രിന്റിങ് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു മുണ്ടിൻ്റെ ഒരു സെറ്റാണ് ഇത്. ഇത് കസവ് മുണ്ട്. ഇത് മുണ്ട്. ഇത് വന്നിട്ട് അതിൻ്റെ നേരിയത്. ഇനി ഇതിലും തന്നെ പ്രിന്റഡ് കര വരുന്ന ഒരു സെറ്റ് ഉണ്ട്. പ്രിന്റഡ് കര എന്ന് കരയും കസവും കൂടെ പ്രിന്റ് ചെയ്ത് വരുന്നവരുണ്ട്. ഇതാ ഇതിങ്ങനെ. ഇത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈ പ്രാവശ്യം എനിക്ക് കിട്ടിയ ഒരു കളക്ഷനാണ് ഇത്. ഇതിൽ തന്നെ പലതുണ്ടായിരുന്നു. 3-4 കളക്ഷൻസ് വരുന്നുണ്ട്. ഇത് നമുക്കൊന്ന് നോർത്ത് നോക്കാം. ഇതാ മുണ്ട് ഇങ്ങനെ വരും. ഇങ്ങനെ മുണ്ട് വരും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ നേരിയത് വരുമ്പോഴത്തേക്കും ഇതാ ഇത് നേരിയത് കണ്ട. ഇതിൽ കസവും ഉണ്ട്, കരയുണ്ട്. ഈ പറഞ്ഞ ഇതിലേത് കളർ വേണമെങ്കിലും നമുക്ക് ബ്ലൗസ് യൂസ് ചെയ്യാം. അതിൻ്റെ കൂടെ ഒന്നുമില്ലെങ്കിൽ ഒരു ബീഡ്സ്, ഒരു ഗ്രീൻ കളറിലെ ബീഡ്സിന്റെ ഒരു ജ്വല്ലറി ഇടാം. അതല്ലാന്നുണ്ടെങ്കിൽ ഗോൾഡൻ തന്നെ പെയർ ചെയ്ത് എന്താ പറയാ
ചില ഫ്ലൂട്ടിന്റെ ഒക്കെ ഇത് വരുന്ന പെൻഡന്റുകളുള്ള ഗോൾഡൻ കളറുള്ള നെക്ലസുകൾ, അതെല്ലാം ഇതിന്റെ കൂടെ പെയർ ചെയ്ത നല്ല അടിപൊളി ലുക്കായിരിക്കും. സെറ്റ് മുണ്ടിലും ഇതേമാതിരി സ്ട്രൈപ്സും കാര്യങ്ങളും വരുന്നത് സെറ്റ് മുണ്ടിലും ഉണ്ട്. ഇതൊരു സിമ്പിൾ സെറ്റ് മുണ്ടാണ്, പക്ഷെ സ്ട്രൈപ്സ് ആൻഡ് ഓഫ് കോഴ്സ് കറുത്ത കര ഏത് കാലത്തും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഇതാണ്. ഇതതിൻ്റെ മുണ്ട്, ഇതതിൻ്റെ രണ്ടാം മുണ്ട്. ഇതിങ്ങനെ വരും, ഇങ്ങനെ വരും, ഇതൊരെണ്ണം. പിന്നെ സെറ്റ് മുണ്ടിലും സ്ട്രൈപ്സ് ഉണ്ട്, ചെക്സ് ഉണ്ട്, പലതും ഉണ്ട്. ഇനി സെറ്റ് മുണ്ടിൽ തന്നെ ഗോൾഡൻ കസവും വെള്ളി കസവും കളറുള്ള കരയും കൂടെ മിക്സ് ചെയ്ത് വരുന്നതിന്റെ അത് ഞാൻ ഒന്ന് കാണിക്കാം. ഇതാ, ഇത് കണ്ടോ, ഇതില് വെള്ളി കസവും ഉണ്ട്, ഗോൾഡൻ കസവും ഉണ്ട്, പിന്നെ അത് കൂടാണ്ട് 2 കളറുള്ള കരയും വരുന്നുണ്ട്. ഇതും നമുക്ക് ഇതിലേത് കളറുള്ള ബ്ലൗസ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇതാണ് നേരിയത് വരുന്നത്, ഇത് വന്നിട്ട് മുണ്ട് വരും. ഇതാ ഇങ്ങനെ വരും, ഇങ്ങനെ വരും. ഇതും നല്ലൊരു എന്താ പറയാ വെറൈറ്റി കളക്ഷൻ ആണ്. സാധാരണ ഒന്നുമില്ലെങ്കിൽ ഗോൾഡ് കസവ് അല്ലെങ്കിൽ വെള്ളി കസവ് അങ്ങനെയാണ് കാണാറ്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരെണ്ണമാണ്. ഇതേപോലെ തന്നെയാണ് പല പല കളക്ഷൻസ്. ഇതേമാതിരി നമുക്കിനി വെള്ളിയിലും ഉണ്ട് ഒരുപാട് കളക്ഷൻസ്. അഗെയിൻ വൈറ്റ് ആൻഡ് ബ്ലാക്ക് എപ്പോഴും ഒരു എന്താ പറയാ നമ്മുടെ വാർഡ്രോബിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാധനമാണ് ബ്ലാക്ക് ആൻഡ് സിൽവർ കോമ്പിനേഷൻ. ഇതും കരേമ തന്നെ പ്രിന്റ് ചെയ്തിരിക്കുകയാണ്. സാധാരണ കര കഴിഞ്ഞിട്ട് സൈഡിലും ഒക്കെയാണ് പ്രിന്റ് ചെയ്യാറ്. ഇത് അതല്ലാതെ കണ്ട് ചെയ്തിട്ടുള്ളതാണ്. ഇത് വന്നിട്ട് നേരിയത് വരും, ഇത് മുണ്ട് വരും. ഇതിങ്ങനെ മുണ്ട് വരും, ഇത് നേരിയത് വരും, ഇങ്ങനെ ഇങ്ങനെ. ഇതൊരു കളക്ഷൻ. ഇത് വെള്ളിയിലാണ്. നമ്മൾ കുറെ നേരമായിട്ട് ഗോൾഡിലാണ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വെള്ളിയിൽ വന്നിട്ടുള്ളതാണ്. ഇനി നമുക്ക് കുറച്ചുകൂടി കേരള സാരികളുടെ കളക്ഷൻ ഒന്നും കൂടി കാണാം. അത് ഇത്രയും നേരം നമ്മൾ കണ്ട പോലത്തെ എംബ്രോയിഡറിയും അതൊന്നും അല്ലാത്ത വേറെ കുറച്ച് ടൈപ്പ് സാരികൾ കാണാം. അതിനകത്ത് ഒന്ന് പ്രിന്റഡ് കേരള സാരീസ്. ഇത് ഇങ്ങനെ വരും. ഇത് അത്യാവശ്യം നമ്മൾ സ്റ്റാർച്ച് ചെയ്ത് വേണം എടുക്കാനായിട്ട്. ഇതിനകത്ത് ഫുൾ ബോഡിയിൽ ഇങ്ങനെ പ്രിന്റ് വരും. എന്നിട്ട് കസവ് ബോർഡറും വരും. ഈ കസവ് ബോർഡർ തന്നെ ഗോൾഡൻ കസവിന്റെ വരും, കോപ്പർ കസവിന്റെ വരും. അപ്പൊ സാരി വരുന്നത് ഇങ്ങനെ വരും. കണ്ടോ, ഇത് പ്രിന്റഡ് ആണ്. ഇതിന്റെ തന്നെ നമ്മളുടെ കയ്യിൽ 2-3 കളേഴ്സ് ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എക്സ്ക്ലൂസീവ് കളക്ഷൻ ആണ് താന്ത്രകയുടെ എന്താ പറയാ മുഖമുദ്ര. അപ്പം ഇതേപോലെ വേറൊരു കളറ്, അങ്ങനത്തെ വേറൊരു കളറ്. ഒത്തിരി ഒരേപോലത്തെ കുറെ എണ്ണം കാണത്തില്ല. ഇവിടുന്ന് എടുക്കുമ്പോഴും ഒരെണ്ണേ കാണുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സാരി ഉടുത്ത് വെളിയിൽ പോയി കഴിഞ്ഞാൽ വേറെ ആരുടെയും കയ്യിലില്ലാത്ത കളക്ഷൻ ആയിരിക്കും നിങ്ങളുടെ കയ്യിലുണ്ടാവും. ഇതും പ്രിന്റഡ് കേരള സാരി. ഇതും ഇതുവരെയും എവിടെയും കാണാത്തൊരു കളക്ഷനാണ്. ഇതിന്റെ വന്നിട്ട് ബോഡി ഫുൾ ഇങ്ങനെ പ്രിന്റ് വരും. എന്നിട്ട് കോപ്പറിന്റെ കസവ്. ഇതിലും കോപ്പർ കസവും ഉണ്ട്, ഗോൾഡൻ കസവും ഉണ്ട്. ഇത് ഇങ്ങനെയാണ് വരുന്നത്. ബോഡി ഇങ്ങനെ വരും. ഇത് വന്നിട്ട് ഇതിന്റെ മുന്താണിയില് വേറൊരു ഡിസൈൻ വരും. കണ്ടോ, മുന്താണി വന്നിട്ട് ഇങ്ങനെ വരും. ഇതാണ് ഇതിന്റെ മുന്താണി. കണ്ടോ, ഇതിന്റെ തന്നെ വേറെ 2-3 കളേഴ്സ് വേറെ ഉണ്ട്. അതും ചിലത് കോപ്പർ കസവാണ്, ചിലത് ഗോൾഡൻ കസവാണ്. 2-3 ടൈപ്പിലുള്ള കസവുകളുണ്ട്. ഡിസൈൻസും മാറും. മറ്റേതിനകത്തുള്ള അതേ ഡിസൈൻ തന്നെ ആയിരിക്കത്തില്ല ഇതിലും വരുന്നത്. ഇതിന്റെ തന്നെ 2-3 കളർ ചേഞ്ച് മാക്സിമം വരെ ഇവിടെ കിട്ടത്തുള്ളൂ. അതിപ്പോ എന്തുകൊണ്ടാന്ന് വെച്ചാൽ ചിലർ പറഞ്ഞു വരുന്നുണ്ട് വീട്ടിലെ സിസ്റ്റേഴ്സിനും എനിക്ക് ഒരുപോലെ വേണം എന്ന് പറയുമ്പോൾ മാത്രമാണ് ഞാൻ ഈ 2-3 എടുക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ എല്ലാ സിംഗിൾ പീസേ കാണത്തുള്ളൂ. ഇനി കുറച്ച് സ്ക്രീൻ പ്രിന്റ് ചെയ്തിട്ടുള്ള കേരള സാരികളും കൂടി 1-2 പീസ് നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞ മാതിരി ഒണിയൻ പിങ്കില് വെണ്ണക്കുടം ഒരു ഇലയും കൂടി ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ്. ഇതിന്റെ മുന്താണിയാണ് ഇങ്ങനെ വരുന്നത്. ബോഡി പ്ലെയിൻ ആയിരിക്കും. ഇത്രയും ഭാഗത്ത് മാത്രമേ ഈ ഡിസൈൻ ഇങ്ങനെ വരും, ഇങ്ങനെ വരും. ഇതും റണ്ണിങ് ബ്ലൗസ് ആണ്. മറ്റത് താഴെ മാത്രം ഡിസൈൻ വരും, ബാക്കി ബോഡി പ്ലെയിൻ ആയിരിക്കും. ഇങ്ങനെ വരും, ഇങ്ങനെ വരും.
കണ്ട, ഇതും ഒരു ഇത് ടിഷ്യൂല് ചെയ്തിരിക്കുന്നതാണ്, കോട്ടൺ അല്ല, ഇത് ടിഷ്യൂ ആണ്. ഇതേപോലെ തന്നെ വേറൊരു സാരി, ഇതും ടിഷ്യൂ ആണ്. ഇങ്ങനത്തെ എന്താ പറയാ പ്രിന്റുകൾ ചെയ്തിട്ടുള്ളതെല്ലാം ടിഷ്യൂലാണ് കണക്ഷൻ വന്നിരിക്കുന്നത്. ഇത് സിൽവർ ടിഷ്യൂ ആണ് ഇത് വന്നിട്ടുള്ളത്. നേരത്തെ നമ്മൾ കണ്ടത്. ഇതും കൂടി നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇതിന്റെ മുന്താണി വന്നിട്ട് ഇങ്ങനെ വരും. കണ്ട, മുന്താണിയിൽ ഇങ്ങനെ ഒരു ഡിസൈൻ, ബോഡിയിൽ ഇങ്ങനെ വരും അല്ലേ. ചെറിയ ചെറിയ പൂക്കൾ മാത്രം ബോഡിയിൽ വരുന്ന പോലെ, ഇത്രേ ബോഡിയിൽ വരത്തുള്ളൂ. അല്ലെങ്കിൽ വല്ലാണ്ട് ഹെവി ആയിപ്പോവും, ഉടുക്കാൻ പറ്റാത്ത രീതിയിൽ ഹെവി ആയിപ്പോവും. അതുകൊണ്ടാണ് ബോഡിയിൽ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതും ടിഷ്യൂലാണ് ചെയ്തിട്ടുള്ളത്. ഇതും അതേമാതിരി തന്നെ പ്രിന്റ് ചെയ്തിട്ടുള്ള. ഇനി വേറൊരു ട്രെൻഡ് ഇടയ്ക്കിടയ്ക്ക് പോയി വന്നും നിൽക്കുന്ന ഒരു ട്രെൻഡാണ് പോൾക്ക ഡോട്ട്സ് എന്ന് പറയും. അത് ടിഷ്യൂല് ചെയ്തിട്ടുള്ള യെല്ലോ ടിഷ്യൂ, അതായത് നമ്മളുടെ ഗോൾഡൻ കസവിന്റെ അതേ ടിഷ്യൂല് കുറച്ചും കൂടി യെല്ലോയിഷ് വരുന്ന ഒരു ടിഷ്യൂല് ചെയ്തിട്ടുള്ള പോൾക്ക ഡോട്ട്സ് ചെയ്തിട്ടുള്ള ഒരു സാരിയാണ്. ഇതിലും റണ്ണിങ് ബ്ലൗസ് ആണെങ്കിലും ഈ പറഞ്ഞ യെല്ലോയോ അല്ലെങ്കിൽ ബ്ലാക്കോ ഇട്ടാലായിരിക്കും നല്ല ഭംഗി ഉണ്ടാവുക. അതേപോലെ തന്നെ ഇതെല്ലാം ടിഷ്യൂല് തന്നെ ചെയ്തിട്ടുള്ളതാണ്. ഇനി തെയ്യം, അതും സാധാരണ കാണുന്ന മാതിരി സാരി മൊത്തം തെയ്യം എന്നൊരു ട്രെൻഡ് അല്ല. ഓണിയൻ പിങ്കിൽ തന്നെ തെയ്യത്തിന്റെ മുഖം മാത്രം, അതും വളരെ ലൈറ്റായിട്ട് ചെയ്തിട്ടുള്ള ഒരു സാരിയാണ് ഇത്. ഇത്രയും ചെയ്തിട്ടുള്ള കണ്ടോ. ഇത് സൈഡിലും ഇങ്ങനെ വരും, മുന്താണിയിലും ഇതേമാതിരി തന്നെ ഇങ്ങനെ വരും. മുന്താണി വരുമ്പോൾ ഇങ്ങനെ വരും, ഇങ്ങനെ. എന്നിട്ട് ബോർഡറിൽ ഇതിനെക്കാട്ടിലും മുന്താണിയെക്കാട്ടിലും കുറച്ചും കൂടി ചെറുതായിട്ട് ബോർഡറിലും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ എല്ലാം ഇപ്പൊ ഞാൻ ഈ കാണിച്ചതിന്റെ എല്ലാം വേറെയും ഉണ്ട് കേട്ടോ, കളക്ഷൻസ് ഒരുപാടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ട് 2-3 ധാവണിയും കൂടി നമുക്ക് നോക്കാം. ധാവണി വന്നിട്ട് യങ്സ്റ്റേഴ്സിന് ഒഴിച്ചുവിടാൻ പറ്റാത്ത, ഓണത്തിന് ഒഴിച്ചുവിടാൻ പറ്റാത്ത സാധനമാണ് ധാവണി. അതും നമുക്കൊരു 1-2 പീസുകൾ നോക്കാം. ഇത് സ്കേർട്ട് ഓൾറെഡി സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ്, ഇട്ട മാത്രം മതി. ഇങ്ങനെ വരും സ്കേർട്ട്, ഇങ്ങനെ വരും. ഇതതിൻ്റെ ധാവണി. അത് ഇപ്പോഴത്തെ തെച്ചിപ്പൂവ് എന്നൊക്കെയാണ് പറയുന്നത്. ആ ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ള ഒരു പീസാണ് ഇത്. ഇതാണ് ധാവണി വരുന്നത്. ഇതിങ്ങനെ വരും. ഇനി അതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ഇതാണ് ബ്ലൗസ്. അതിൽ സിമ്പിളായിട്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല, ഒരു ബീഡ് വർക്ക് മാത്രം ചെയ്തിട്ടുള്ള ഒരു ധാവണിയുടെ സെറ്റാണ് ഇത്. ഇതിൻ്റെ തന്നെ വേറൊരു കളർ ചേഞ്ചും കൂടി ഉണ്ട് നമുക്ക്. ഇതും അതേപോലെ തന്നെ ഒരു സെറ്റാണ്. ഇതിൻ്റെ ഇതൊരു മയില് പോലത്തെ ഒരു സാധനം ഇങ്ങനെ ചെയ്തിട്ട് ഇതതിൻ്റെ ബ്ലൗസ്. ഇത് പാവാട സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ ബ്ലൗസ് വരും. ഇതിൻ്റെ ധാവണി നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ. ഇനി ടിഷ്യൂല് ഇതെല്ലാം ഇപ്പൊ ധാവണി കാണിച്ചതെല്ലാം ഞാൻ ടിഷ്യൂലാണ് കാണിച്ചിട്ടുള്ളത്. ഇനി വേറെ ടൈപ്പ് ധാവണികളും ഉണ്ട്, പ്രിന്റ് കുറച്ച് വ്യത്യാസമായിട്ട്. ഇപ്പൊ ഇത് നമ്മളൊരു ഇങ്ങനത്തെ ഒരു പ്രിന്റ് ആണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ബീഡ് വർക്ക് ചെയ്തിട്ടുള്ള ബ്ലൗസ്. അത് കൂടാണ്ട് സാരിയുടെ എക്സ്ട്രാ ഇത് നമ്മൾ വെച്ച് പിടിപ്പിക്കുന്ന ഒരു ട്രെൻഡ് ഒരു കാലത്തുണ്ടായിരുന്നു, കേരള സാരിയുടെ. അതിന്റെ എന്താ പറയാ, അതേപോലെ വേറൊരു പീസ് വെച്ച് പിടിപ്പിക്കുന്ന സ്റ്റൈലിലുള്ള ഒരു ധാവണി. അപ്പൊ സെയിം ബ്ലൗസ് തന്നെ വരുന്ന ടൈപ്പും നമ്മളുടെ കയ്യിൽ കളക്ഷൻ ഉണ്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ 2 ധാവണി കണ്ടില്ലേ, അതിനകത്ത് നമ്മളെ കസവില് കൊടുത്തിട്ട് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഇങ്ങനെ കസവ് വന്നിട്ട് അതിൽ പ്രിന്റ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ കണ്ടത്, ടിഷ്യൂല് തന്നെ. പക്ഷെ ഇത് വന്നിട്ട് ടിഷ്യൂ തന്നെയാണ്, ഗോൾഡൻ ടിഷ്യൂ തന്നെയാണ്. ഇതില് ബോർഡർ അടക്കം നമ്മൾ പ്രിന്റ് ചെയ്തിരിക്കുകയാണ്. കസവ് എന്ന് പറയുന്ന സാധനം ഇല്ല, ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള. എന്നിട്ട് ഇതേ പ്രിന്റ് തന്നെ നമ്മൾ ബ്ലൗസിലും ഇതുപോലെ ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്. അതേ പ്രിന്റ് തന്നെ ബ്ലൗസിലും ഇതിന്റെ തന്നെ സെയിം കളറ്. സ്കേർട്ട് ഓൾറെഡി സ്റ്റിച്ച്ഡ് ആണ്, ഒന്നും ചെയ്യാനില്ല.
ധാവണിയും ഇതേപോലെ ഇങ്ങനെ വന്നിട്ട് ബ്ലൗസ് മാത്രം സ്റ്റിച്ച് ചെയ്താൽ മതി. ഇതും വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു പീസാണ്. ഇതൊരൊറ്റ പീസേ ഉള്ളൂ, എനിക്ക് തന്നെ ഒരു പീസേ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ഇത് വേറെ എവിടെ എത്താൻ യാതൊരു ചാൻസും ഇല്ല. വളരെ എക്സ്ക്ലൂസീവ് ആണ്. കോളേജുകളിലൊക്കെ ഓണപരിപാടിക്ക് എന്താ പറയാ, ഈ ധാവണി ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാല് അടിപൊളിയായിരിക്കും. അല്ലെങ്കിൽ ഇനിയിപ്പൊ കല്യാണ സീസണുകൾ വരുന്നു, അതിനൊക്കെ യങ്സ്റ്റേഴ്സിന്, അതായത് കോളേജ് അല്ലെങ്കിൽ ഒരു ടീനേജ് മുതൽക്കുള്ള ആൾക്കാർക്ക് ഷൈൻ ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു പീസാണിത്. നമ്മൾ ഇത്രയും നേരം നമ്മൾ ലേഡീസിന്റെ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ ധാവണി, സെറ്റുമുണ്ട്, സാരി ഇതൊക്കെ കണ്ടേ. അപ്പോൾ എൻ്റെ അടുത്ത് സ്ഥിരം ആൾക്കാർ ചോദിക്കണം, നിങ്ങൾ സ്ത്രീകൾക്ക് മാത്രമുള്ള ഡ്രസ്സുകൾ എന്താ കൊണ്ടുവയ്ക്കണേ ചോദിക്കും. അപ്പോൾ ഓണത്തിന് പ്രാവശ്യം ആണുങ്ങൾക്കുള്ളതും ഞാൻ കൊണ്ടുവന്നേ. ഡബിൾ മുണ്ടുകൾ ഞാൻ കൊണ്ടുണ്ട്. ആണുങ്ങൾക്ക് സാധാരണ കസവിന്റെ ഡബിൾ മുണ്ടുണ്ട്. പിന്നെ അവർക്കും ഉണ്ട് കോപ്പറിന്റെ കസവ്, കണ്ടോ, കോപ്പറിന്റെ കസവിന്റെ മുണ്ടുണ്ട്. ഡബിൾ മുണ്ട്, ഇതെല്ലാം ഡബിൾ മുണ്ടാണ്. ഡബിൾ മുണ്ട്, ആണുങ്ങളുടെ ഡബിൾ മുണ്ട്. നല്ല വീതിയുണ്ട്. പൊക്കമുള്ളവർക്കും ഉടുക്കാം, പൊക്കം കുറഞ്ഞവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്, എന്നാലും നല്ല പൊക്കമുള്ളവർക്കും ഉടുക്കാവുന്ന മുണ്ട് തന്നെയാണ് ഇത്. അതേപോലെ തന്നെ പല കരകൾ ഇനി കസവ് വേണ്ടാത്തവർക്ക് ഇങ്ങനത്തെ കരകളുണ്ട്. അതിന് ഒരുപാട് ഡിസൈൻസ് ഉണ്ട്. സാധാരണ എല്ലാവരും പറയും അമ്പലത്തിലൊക്കെ പോകുമ്പോൾ എന്തിനാ കസവ് ചോദിക്കും. അപ്പൊ അതിനുള്ള സാധാരണ കസവിന്റെ ഡബിൾ മുണ്ടുകളാണ് ഇതെല്ലാം. പല ഡിസൈൻസ് കൊണ്ടുണ്ട്, കണ്ടോ, ഇങ്ങനത്തെ പലതും ഉണ്ട്. ഇനി അത് കൂടാണ്ട് കസവും കരയും ഉള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളി കസവും അതിലൊരു ബ്രൗൺ കളറിലെ കരയും. പൊതുവേ ആണുങ്ങൾ വീതിയുള്ള കസവും കരയും ഉടുക്കാൻ അധികം താല്പര്യപ്പെടാത്ത ആൾക്കാരാണ് കൂടുതലും, എന്ന് വെച്ചാൽ എല്ലാവരും അങ്ങനെയാണെന്നല്ല. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കും വേണ്ടിയിട്ടുള്ളതാണ്. ഈ മുണ്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡിൽ മാത്രമേ കരയുള്ളൂ, താഴെ മുകളിലും കരയില്ല. കണ്ടോ, താഴെ മുകളിലും ഒന്നുമില്ല, സാധാരണ മുണ്ടിന്റെ ഇതുമാതിരി. എന്നിട്ട് നമ്മൾ കുത്തുന്ന ഭാഗത്ത് മാത്രമാണ് ഇതിനിങ്ങനെ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത്. ഇതിന്റെ കൂടെ തന്നെ ഇതിപ്പോ ഒരു ബ്രൗൺ കളർ അല്ലേ, നമുക്ക് ഇതിന്റെ കൂടെ അപ്പൊ മുണ്ട് മാത്രം പോരല്ലോ, സ്ത്രീകൾക്ക് ബ്ലൗസും സെറ്റ് മുണ്ടും വരുമ്പോ ആണുങ്ങളും വിചാരിക്കില്ലേ ഞങ്ങൾക്കിപ്പോ മുണ്ടിന്റെ കൂടെ എന്താന്ന് വിചാരിക്കുമ്പോ നമുക്ക് ഇതിന്റെ കൂടെ ഇങ്ങനെ ഒരു കുർത്ത, കണ്ടോ, ഇതിന്റെ കൂടെ നല്ല അടിപൊളി ഈ ഒരു ഇത് ഒരു കുർത്ത ഇട്ട് കഴിഞ്ഞാല് നല്ല സ്റ്റൈലിഷ് ലുക്ക് ആയില്ലേ. ഇതിന്റെ കൂടെ പെയർ ചെയ്യണ 2 സ്റ്റേറ്റിന്റെ ജോയിൻ ചെയ്തിട്ടുള്ളതാണ്. ഇത് കേരളമാണ്, ഇത് രാജസ്ഥാനാണ്. ഇത് രണ്ടും കൂടി ഇങ്ങനെയാണ് ഞാൻ ഇപ്രാവശ്യം ആണുങ്ങളുടെ ഓണം കളക്ഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. മുണ്ടിന്റെ കൂടെ കുർത്തയും കൂടെ പെയർ ചെയ്യുന്ന രീതിയിൽ. അതേപോലെ തന്നെ നേരത്തെ നമ്മൾ സ്ത്രീകളുടെ സെറ്റ് മുണ്ടിൽ 2 കസവും കൂടി മിക്സ് ചെയ്തിട്ടുള്ള, അതായത് ഗോൾഡും സിൽവറും കൂടി മിക്സ് ചെയ്തിട്ടുള്ള കണ്ട പോലെ തന്നെ ആണുങ്ങളുടെ മുണ്ടിലുണ്ട് ഗോൾഡും സിൽവറും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഡബിൾ മുണ്ടാണ് ഇത്. ഇത് കണ്ടോ, നല്ല വീതിയുണ്ട്, ഒരു 4 അടി വീതിയുണ്ട് മുണ്ടിന്, 4 അടിയോളം ഉണ്ട്, 4 അടി കൂടുതലുണ്ട് വീതി. ഇതിന്റെ കൂടെ നമുക്ക് നല്ല അടിപൊളി ഒരു കുർത്ത കണ്ടോ, നല്ല കോമ്പിനേഷൻ അല്ലേ. ഇതിലും ഉണ്ട് ഗോൾഡൻ കളറിൽ ഉള്ള പൂക്കളും ഒരു ഗ്രീനും, ഇതേ കോമ്പിനേഷനിൽ വരുന്ന ഒരു കുർത്തിയാണ് ഇത്. ഇനി ഇതൊന്നും വേണ്ട, ഞങ്ങൾക്ക് വെറും ഗോൾഡ് മതി എന്നുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ അതും ഉണ്ട്. ഇത് ഇനി ഇത് പോരാ, ടിഷ്യൂ വേണം എന്നുണ്ടെങ്കിൽ ടിഷ്യൂവിന്റെ മുണ്ടും ഉണ്ട്. ഗോൾഡൻ ടിഷ്യൂല് കര വരുന്ന ഫുൾ കസവ് ടിഷ്യൂ വന്നു കഴിഞ്ഞാല് ബുദ്ധിമുട്ടായിരിക്കും ഉടുക്കാനായിട്ട്. കാരണം എന്താ പറയാ, വേറെ ഇതിൽ സ്ത്രീകൾ ഉടുക്കണ മാതിരിയല്ലല്ലോ, അപ്പൊ തെന്നിപ്പോവാൻ സ്ലിപ്പാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോ നമ്മൾ അതിന് വേണ്ടിയിട്ട് കരവേല് മാത്രം ടിഷ്യൂ കൊടുത്തിട്ടുള്ള ഒരു ഡബിൾ മുണ്ടാണ് ഇത്. ഇതിങ്ങനെ വരും, കണ്ടോ. ഇനി ഇതിന്റെ കൂടെ നമുക്കൊരു കുർത്ത പെയർ ചെയ്യാം. ഒരു ബ്ലാക്ക് കളറിലെ കുർത്ത ഇതിന്റെ കൂടെ പെയർ ചെയ്ത് എങ്ങനെ ഉണ്ടാവും? നല്ല അടിപൊളിയല്ലേ.
ഇതേപോലെ തന്നെ ഒരുപാട് കുർത്തകളുടെ കളക്ഷൻസ് ഉണ്ട്. ആണുങ്ങളുടെ ഡബിൾ മുണ്ടിന്റെയും ഒരുപാട് കളക്ഷൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. ഇനിയും ദേ കരയും കസവും കൂടെ വേണ്ടവർക്ക് വേറെയും ദേ ഇതിങ്ങനെ ഒരു കളക്ഷൻ ഉണ്ട്. പിന്നെ സ്ത്രീകൾക്ക് എങ്ങനെയുണ്ടോ അതേപോലത്തെ തന്നെ ഡിസൈൻസ് ആണുങ്ങൾക്കും ഉണ്ട്. ഇത് ഡബിൾ കളറ്, മൾട്ടി കളർ സ്ത്രീകൾക്ക് മാത്രമല്ല ആണുങ്ങൾക്കും ഉണ്ട്. 2 കളറിലുള്ള കരയും അതില് കസവും വരുന്നത്. ഇനി വെള്ളി കസവ് വേണം എന്നുള്ള ആൾക്കാർക്ക് അതും ഉണ്ട്. ഇതാ കണ്ടോ, ഇതിന്റെ ഒക്കെ കൂടെ നമുക്ക് ഇഷ്ടംപോലെ കുർത്തകൾ പെയർ ചെയ്യാൻ ഇതിപ്പോ ഞാൻ ഇവിടെ കുറച്ച് കാണിച്ചു എന്നേ ഉള്ളൂ. ഇഷ്ടംപോലെ കുർത്തകൾ വേറെ ഡിസൈൻസ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, യെല്ലോ ഉണ്ട്, അങ്ങനെ പല ഡിസൈൻസിലെ പല സൈസിലുള്ള കുർത്തകളും ആണുങ്ങൾക്കും അവൈലബിൾ ഉണ്ട്. ഡബിൾ മുണ്ടുകൾ അവൈലബിൾ ഉണ്ട്. ഇനി കുറച്ച് ഒരു 80+ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്ന് എപ്പോഴും ചോദിക്കുന്നതാണ് ഒറ്റമുണ്ട് ഉണ്ടോ എന്ന് ചോദിക്കും. അത് വെച്ചാൽ ഡബിൾ മുണ്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടാവും അവർക്ക്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കുള്ള ഒറ്റമുണ്ടും അപ്പോ ഇങ്ങനത്തെ ഖാദിയുടെ ഒറ്റമുണ്ടുള്ള ഇതാണ് ഇതും ഓണം കളക്ഷന്റെ ഭാഗമായിട്ട് അതും ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡബിൾ മുണ്ട് ഉടുക്കാൻ പ്രയാസമുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ, പക്ഷെ ഒറ്റമുണ്ടാകുമ്പോൾ വെള്ള കളറാണ്, കോടി കളർ ആയിരിക്കില്ല എന്ന് മാത്രം. വെള്ളമുണ്ട്, ഒറ്റമുണ്ട്, അതും കളക്ഷന്റെ ഭാഗമായിട്ട് ഉണ്ട്. ഇനിയിപ്പോ ഇത്രയും നേരം നമ്മൾ കണ്ട കളക്ഷൻസ് എങ്ങനെ വാങ്ങും എന്ന് ചോദിച്ചാല് താന്ത്രകയുടെ FB പേജിന്റെ താന്ത്രക എന്ന് തന്നെയാണ് FB പേജിന്റെ പേര്. ഇനി അതല്ലെങ്കിൽ tantraga.shop എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാം പേജിന്റെ. ഇനി ഇത് രണ്ടും വേണ്ട, ഞങ്ങൾക്ക് ഓൺലൈൻ വേണ്ട, ഞങ്ങൾക്ക് നേരിട്ട് കണ്ട് വാങ്ങണം എന്നുണ്ടെങ്കിൽ താന്ത്രക തൃപ്പൂണിത്തുറയിലെ സ്റ്റോർ ഉണ്ട്. തൃപ്പൂണിത്തുറ വടക്കേക്കോട്ടെ മെട്രോ സ്റ്റേഷന്റെ അടുത്തുനിന്ന് ഒരു 50 മീറ്റർ നടക്കാനുള്ള ദൂരത്തിലാണ് താന്ത്രക എന്നുള്ള ഷോപ്പ് ഉള്ളത്. അതായത് പണ്ട് തൃപ്പൂണിത്തുറയിൽ ഒരു ശ്രീ എന്ന് പറഞ്ഞൊരു തിയേറ്റർ ഉണ്ടായിരുന്നു. ആ തിയേറ്ററിൽ ഇപ്പൊ അത് പൊളിച്ചിട്ട് അവർ അപ്പാർട്ട്മെന്റ് ആക്കി. അതിന്റെ ഡയഗനലി ഓപ്പോസിറ്റ് ആണ് താന്ത്രക വരുന്നത്. അപ്പോ എപ്പോ വേണമെങ്കിലും സ്റ്റോർ വിസിറ്റ് ചെയ്യാം. തേഴ്സ്ഡേ ടു ട്യൂസ്ഡേ ആണ് താന്ത്രകയുടെ വർക്കിംഗ് ഡേയ്സ്. വെനസ്ഡേ ഓഫ് ആണ്. രാവിലെ 9:30 ടു ഈവനിങ്ങിൽ 7:30 വരെ താന്ത്രക ഓപ്പൺ ആയിരിക്കും. എപ്പോ വേണമെങ്കിലും വരാം, കാണാം, സാധനങ്ങൾ കണ്ട് മേടിക്കാവുന്നതാണ്. അപ്പോ താന്ത്രകയിൽ വരിക. അതല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മൾ കളക്ഷൻസ് കണ്ടതെല്ലാം വേണമെന്നുണ്ടെങ്കിൽ താന്ത്രകയുടെ FB പേജിലോ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ ഷോപ്പിലോ ഡയറക്റ്റ് വരിക. അതല്ലെങ്കിൽ ഫോൺ നമ്പറിൽ ഡയറക്റ്റ് വിളിച്ചാലും ഈ പറഞ്ഞ കളക്ഷൻസ് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.